അടുത്ത കാലത്തായി അവർക്കെന്തോ വലിയ മാറ്റം വന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്ത് മാറ്റം? അന്ന് ആശുപത്രി വെച്ചേ മഹേന്ദ്രന് കലാവതി തല്ലിയത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും കാലം നമ്മളെ ദ്രോഹിക്കുക മാത്രം ചെയ്ത കലാവതിക്ക് മാനസാന്തരം വന്നോന്നാ എന്റെ ഒരു സംശയം. അങ്ങനെയൊക്കെ അങ്ങ് സ്ഥാപിച്ചു പറയാൻ വരട്ടെ. ചെയ്ത ദുഷ്ടതകൾ മുഴുവൻ തിരിഞ്ഞുകുത്തുന്ന ഒരു കാലം വരും. ഇപ്പൊ കലാവതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അതാണെന്നാ എനിക്ക് തോന്നുന്നേ. ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. എന്തിന്റെ പേരിലായാലും കലാവതിയുടെ ഇപ്പോഴത്തെ ഈ മനമാറ്റത്തിന് നമ്മൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കണ്ട. സത്യം പറഞ്ഞ അവര് ഫോൺ വിളിച്ച് സംസാരിച്ചത് കേട്ടിട്ട് എനിക്ക് പാവം തോന്നി. എന്തോ കുറ്റബോധത്തോടെ സംസാരിച്ചതായിട്ടാ എനിക്ക് തോന്നിയത്. അവരെ അങ്ങനെ വിശ്വസിക്കണ്ട. കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് തെമ്മാടിത്തരം കാണിക്കാനും മടിയില്ലാത്തവരവര്. പക്ഷേ അന്ന് ആശുപത്രി വെച്ച് ആ മഹേന്ദ്രനെ അടിച്ചിട്ട് പോകും മുമ്പ് അവര് പറഞ്ഞത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? എന്നെ നിങ്ങൾ ആരും ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് നിങ്ങളോട് ആരോടും യാതൊരു ശത്രുതയില്ല. എന്റെ മക്കളായി കണ്ട് നിങ്ങളെ എന്നും ചേർത്ത് നിർത്താനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ അതിനൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു. അവരാ പറഞ്ഞത് കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മളെ ദ്രോഹിച്ചത് കലാവതിയാണോ? നമ്മളോട് ദുഷ്ടത്തരം മുഴുവൻ കാണിക്കുന്നത് അച്ഛനല്ലേ? കലാവതി വരുന്നതിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇനി കലാവതി എത്ര പുണ്യവതി ചമഞ്ഞാലും നമ്മളോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും മാഞ്ഞു പോയില്ല. അത്രയ്ക്ക് ദ്രോഹ അവര് നമ്മളോട് ചെയ്തത്. അത് മാത്രം ഓർത്താ മതി. കാര്യങ്ങൾ ബാക്കിയുണ്ടല്ലോ, അതൊന്നും തീർക്കാൻ വേണ്ടി വന്നാ. ഒന്നും ബാക്കിയില്ല. എല്ലാം ഒന്ന് ഹോട്ടൽ പഞ്ചരത്നത്തിന്റെ മുറ്റത്ത് വെച്ച് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാണല്ലോ. രണ്ടുപേര് ചേർന്ന് തുടങ്ങിയൊരു യാത്ര, ഒരാള് മാത്രം ഇറങ്ങിപ്പോയാ യാത്ര അവസാനിക്കില്ലല്ലോ. അവസാന വാക്ക് നിന്റെ ആവണമെന്നുള്ള വാശി കൊള്ളാം, നല്ലതാ. പക്ഷെ പറയാ എനിക്കുണ്ട് ചിലത്. അത് കേട്ടിട്ട് നീ പോയാ മതി. കേൾക്കാൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? കേൾക്കാതെ നീ ഇവിടുന്ന് പോവില്ല. നീ അന്ന് പഞ്ചരത്നത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് പഞ്ചപുച്ഛമടക്കി കേട്ടു നിന്നുകൊണ്ട് പ്രതികരണ ശേഷിയില്ലാത്തൊരു കോന്തനാണ് ഞാനെന്ന് നീ കരുതി കാണും. എന്നാ അല്ല, മറ്റുള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമായിരുന്നു അത്. അന്ന് നീ അധിക്ഷേപിച്ചത് എന്നെ മാത്രമായിരുന്നെങ്കിലും ഞാനതങ്ങ് പോട്ടേന്ന് വെച്ചേനെ. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എത്ര പട്ടികൾ വരയ്ക്കുന്നു, അത്രയ്ക്കത്രേ ഉള്ളൂ എനിക്കതല്ല. പക്ഷേ നീ മോശക്കാരിയാക്കിയത് ഒരു തെറ്റും ചെയ്യാത്ത ആ അമൃതയെ കൂടിയാ. ആഹാ, അന്ന് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇപ്പൊ നിങ്ങൾ ഒന്നുകൂടി തെളിയിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ അവളെ പറ്റി പറഞ്ഞപ്പോ ഇത്ര പൊള്ളാൻ കാരണം. അതെ, അമൃതയെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് പൊള്ളി. പക്ഷേ അതിന്റെ കാരണം നീ വിചാരിക്കുന്ന ഒന്നുമല്ല. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള സംസ്കാരവും നിനക്കില്ല. നിന്നെ പോലെ ഒരുത്തിയുടെ നാവിന്ന് അമൃത എന്നുള്ള പേര് ഉച്ചരിക്കപ്പെടാൻ പോലും പാടില്ലാത്തതാണ്. അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ലടി. പിന്നെ നീ അന്ന് പറഞ്ഞല്ലോ എല്ലാം ഞാനും കൂടി അറിഞ്ഞുകൊണ്ടാണെന്ന്. അതെല്ലാം നിന്റെ വെറും തെറ്റിദ്ധാരണകളാ. എന്റെ അച്ഛന്റെ കാര്യം, ആ മനുഷ്യനെ അച്ഛനെന്ന് വിളിക്കാൻ മാത്രം അടുപ്പോ അറിവോ എനിക്ക് അയാളുമായിട്ടില്ല.
എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യൻ, അങ്ങനെ പറയാനാ എനിക്കിഷ്ടം. അയാളുടെ കാര്യം ഒളിച്ചും മറച്ചും വച്ചിട്ട് നിന്നെ കെട്ടേണ്ട ഒരു കാര്യം എനിക്കില്ല. അന്ന് സംഭവിച്ചൊക്കെ യാദൃച്ഛികമായിട്ട് നടന്ന കാര്യങ്ങളാണ്. ചെയ്യാത്ത കാര്യങ്ങളുടെ കുറ്റം എന്റെ മേലിൽ ചാർത്താൻ ആരും ശ്രമിക്കണ്ട. പറയാനുള്ളതൊന്ന് വേഗം പറഞ്ഞു തീർത്താ കൊള്ളാം. എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. ദേ, ഇത് നീ എന്റെ വിരലിലിട്ട് തന്ന മോതിര. അന്ന് നീ ചെയ്തതുപോലെ ഇത് നിന്റെ മുഖത്തെറിഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല. പക്ഷേ നിന്നെപ്പോലെ അത്രയ്ക്ക് തറയല്ല ഞാൻ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഹലോ, എന്തായത്? ഭാര്യയും ഭർത്താവും തമ്മിലൊരു കശപിശ. എന്നെ മനസ്സിലായില്ലേ? നമ്മളന്ന് ടെക്സ്റ്റൈൽസ് വെച്ച് കണ്ടിരുന്നു വെഡിങ് പർച്ചേസിന്. ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കണ്ടപ്പോ പരിചയം പുതുക്കിയെന്നേ ഉള്ളൂ. അപ്പോ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. അല്ല, വൈഫ് നല്ല ചൂടിലാണല്ലോ. ഏട്ടൻ കഴിക്കാൻ വരുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. എന്താ ഏട്ടാ, എന്തോ കാര്യമായി ടെൻഷൻ ഉണ്ടല്ലോ, എന്തു പറ്റി? ആ ദിവ്യപ്രഭയെ കണ്ടിരുന്നു. അവൾ ഓരോന്ന് കുത്തിയും കൊളുത്തും വെച്ച് പറഞ്ഞ് ഏട്ടനെ ഇറിറ്റേറ്റ് ചെയ്ത് കാണും. മനസ്സ് നിറയെ നെഗറ്റീവ് എനർജിയായി നടക്കുന്ന ആ ദിവ്യപ്രഭയെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ഏട്ടന്റെ ഉള്ള മനസ്സമാധാനം പോവും. അതിന് ആരാ അവളെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്? പിന്നെ എന്താ ഏട്ടന്റെ പ്രശ്നം? അല്ല, വഴിയിൽ വെച്ച് കണ്ടപ്പോ ഏട്ടൻ എന്തിനാ അവളോട് സംസാരിക്കാൻ പോയത്? അത് പിന്നെ അന്ന് പഞ്ചരത്നത്തിൽ വന്നിട്ട് അവൾ കുറെ പറഞ്ഞിട്ട് പോയതല്ലേ. എന്നെ മാത്രമല്ല, ആ പാവ അമൃതേ. അവിടെ വെച്ചായതുകൊണ്ട് അന്ന് കൃത്യമായിട്ടുള്ള മറുപടി അവൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇന്നാ അതിനുള്ള അവസരം കിട്ടിയത്. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിട്ട് വല്ല കാര്യമുണ്ടോ ഏട്ടാ? ദിവ്യപ്രഭയെ ഏട്ടനെന്നല്ല ആര് വിചാരിച്ചാലും തിരുത്താൻ പറ്റില്ല. അതങ്ങനെ ഒരു ജന്മ. ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ഏട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ച മോശം കാര്യങ്ങളെല്ലാം ഒരു ദുസ്വപ്നം പോലെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഏട്ടൻ പുതിയൊരു ജീവിതം തുടങ്ങണം. ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ കേൾക്കോ? ഏട്ടനും അമൃതേച്ചിയും ഇപ്പോ ഏതാണ്ട് ഒരേ മാനസികാവസ്ഥയിലെ ജീവിക്കുന്നത്. ഏട്ടനാണെങ്കിൽ അമൃതേച്ചിയെ വലിയ ഇഷ്ടാ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിച്ചൂടെ? ഈ സുമേഷിന് ദിവ്യപ്രഭയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ മറുപടിയല്ലേ അത്? ഞാനേ ഒരിക്കൽ അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതാ. അന്ന് ആ സുമേഷിന്റെ കാര്യം പറഞ്ഞ് അവളത് വേണ്ടാന്ന് വെച്ചു. അത് എന്റെ മനസ്സിലുണ്ടാക്കിയ വേദന വളരെ വലുതാ. അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ മാറിയില്ല ഏട്ടാ. സുമേഷിന്റെ തനി നിറം അമൃതേച്ചിക്കും മനസ്സിലായില്ലേ? എന്തോ എനിക്കിപ്പോഴും അമൃതയെ അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല. അവൾ ഇപ്പോഴും എന്നോട് വലിയ സൗഹൃദത്തിലാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ. പക്ഷെ പെണ്ണിന്റെ മനസ്സല്ലേ, ഉള്ളിലിരിപ്പ് എങ്ങനെയാണെന്ന്
നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞ് ഒരിക്കൽ കൂടി മനസ്സ് വേദനിക്കാൻ ഞാനില്ല. ഇപ്പൊ ഞാനും അവളുമായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്. പഴയതുപോലെ പഞ്ചരത്നത്തിലേക്ക് എപ്പോഴും വേണമെങ്കിലും കയറി ചെല്ലുന്നതിനും തടസ്സമില്ല. എന്നുവെച്ചാ ഒരിക്കൽ അടച്ചു വെച്ച കല്യാണ പ്രശ്നം വീണ്ടും തുറന്നു വായിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടന്റെ ഹൃദയത്തിൽ അമൃതേച്ചിയോടുള്ള ഇഷ്ടം ഇപ്പോഴും കിടപ്പില്ലേ? അമൃതേച്ചി ഭാര്യയായി ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഏട്ടൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹങ്ങൾ ആർക്കാ മോളെ ഇല്ലാത്തത്? അത് നടന്നു കിട്ടാനാ പ്രയാസം. അനഘേ, ഞാൻ രാവിലെ തൊട്ട് നിന്നെ അന്വേഷിക്കുക. എനിക്കിന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലായിരുന്നു ഡ്യൂട്ടി. അതാ കാണാൻ പറ്റാതെ പോയത്. എന്തു പറ്റി എന്നെ തിരക്കിയത്? എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താടി ഇത്ര വലിയ രഹസ്യം? ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പോകരുത്. എടീ, നീ വളച്ചു കേട്ടാതെ കാര്യം പറ. ഇവിടെ കൈക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന നിന്റെ കൂട്ടുകാരനില്ലേ വിവേക്, അവനെ അപകടത്തിൽപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപകടത്തിൽപ്പെടുത്താനോ? എന്ത് കാര്യത്തിന്? അതൊന്നും എനിക്കറിയില്ല. എല്ലാ ഡോക്ടർ തരകന്റെ പ്ലാനാണ്. ഡോക്ടർ തരകനോ? എന്താടി, തരകനും ആ വിവേകും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. തെറ്റായ മരുന്നുകൾ നൽകി വിവേകിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കൈക്കുള്ളിൽ ഇന്റേണൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാന്നുള്ളതാ അയാളുടെ ശ്രമം. അങ്ങനെ വന്നാ അറിയാലോ, ഒടുവിൽ ഇൻഫെക്ഷൻ കൂടി അയാളുടെ കൈ മുറിച്ചു കളയേണ്ട അവസ്ഥ വരെ എത്തും. സത്യമാണോ നീ പറയുന്നേ? ആ തരകന്റെ കൂടെ ഒട്ടി നിൽക്കുന്ന സൂസനോട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഭാഗ്യത്തിന് ഞാൻ കേട്ടു. അല്ലായിരുന്നെങ്കിൽ ആ വിവേകിന്റെ കാര്യം ആകെ കുഴപ്പത്തിലായിരുന്നു. ഡോക്ടർ തരകൻ ഒരു കാര്യം തീരുമാനിച്ചാ അത് നടപ്പിലാക്കുമെന്ന് നിനക്കറിയാലോ. അറിയാം. ഞാനിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നേ? എത്രയും പെട്ടെന്ന് വിവേകിനെ ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. അത് മാത്രമാണ് നിന്റെ മുമ്പിലുള്ള പോംവഴി. തൊഴുതിറങ്ങുമ്പോ എനിക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ചേച്ചി ഇന്ന് അമ്പലത്തിൽ വരണേന്ന്. എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഞാൻ ഇന്ന് ചേച്ചിയെ കാണണമെന്നും സംസാരിക്കണമെന്നും തന്നെയാ ഭഗവാന്റെ ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ തൊഴുതിറങ്ങുമ്പോ തന്നെ കൃത്യസമയത്ത് ചേച്ചി വരില്ലല്ലോ. എന്താ അശ്വതിക്ക് എന്നോട് സംസാരിക്കാനുള്ള? ചേച്ചിയോട് ചില കാര്യങ്ങൾ തുറന്നു ചോദിക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ അതൊക്കെ ഞാൻ ചോദിക്കുന്നത് ശരിയാണോന്നും അറിയില്ല. അശ്വതിക്ക് എന്നോട് എന്തും ചോദിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം അശ്വതിക്കുണ്ട്. സുമേഷ് ഏട്ടനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതിന്റെ പേരില് ഇനിയൊരു വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലാണോ ചേച്ചി? അതങ്ങനല്ല. വിവാഹം എന്നത് ഒരു പെണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ. വിവാഹ മണ്ഡപത്തില് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് കല്യാണം മുടങ്ങിയ ഒരു പെണ്ണെന്ന് പറഞ്ഞ അവൾ അത്രയ്ക്ക് ഭാഗ്യം കിട്ടവളാ. ചേച്ചി പറയുന്നതൊക്കെ ആവശ്യമില്ലാത്ത തോന്നലുകളാ. ജീവിതത്തിൽ ഒരു ഭാഗ്യക്കേട് സംഭവിച്ചെന്ന് കരുതി അങ്ങോളം അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്റെ ഏട്ടന് അമൃതേച്ചെന്ന് പറഞ്ഞ ജീവനാ. ചേച്ചിയോടുള്ള ഇഷ്ടം ഏട്ടൻ തുറന്നു പറഞ്ഞതുമാണല്ലോ. ഇപ്പൊ ഞാനായിട്ട് ചേച്ചിയോട് ചോദിക്കുക, ചേച്ചിക്ക് എന്റെ ഏട്ടനെ കല്യാണം കഴിച്ചൂടെ? അശ്വതിയുടെ ഏട്ടൻ നല്ല ആളാ. ഏതൊരു പെണ്ണും ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാ. പക്ഷേ അഭിമന്യുവിന് എന്നെപ്പോലൊരു ഭാഗ്യം കിട്ടവളെ അല്ല ഭാര്യയായി കിട്ടേണ്ടത്.
ചേച്ചി വീണ്ടും അത് തന്നെ പറയാതെ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം ചേച്ചിയോട് ചോദിക്കട്ടെ. ചേച്ചിക്ക് എന്റെ ഏട്ടനോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് അഭിയോട് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് ചേച്ചിക്ക് എന്റെ ഏട്ടനെ കല്യാണം കഴിച്ചൂടാ? എന്റെ ജീവിതത്തിൽ നടന്ന മോശപ്പെട്ട കാര്യങ്ങൾ എന്നെ ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു മോളെ. ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അനിയത്തിമാര് പോലും ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ എന്നിൽ നിന്നകന്നു. അവരെ ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ വീണ്ടും ചേർത്ത് പിടിച്ചിരിക്കുന്നെ. ഇനി ഒരിക്കലും എനിക്ക് എന്റെ അനിയത്തിമാരെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാവിയാ ഇനി എന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്റെ കാര്യത്തിൽ മോള് കാണിച്ച ഈ താല്പര്യത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വിവാഹമേ വേണ്ടെന്നാണോ? അനിയത്തിമാർക്ക് വേണ്ടി മാത്രം ജീവിക്കാനാണോ അമൃതേച്ചിയുടെ തീരുമാനം? എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ അനിയത്തിമാരുടെ ജീവിതം ഭദ്രമാക്കിയിട്ട് മാത്രമേ ഇനി എനിക്കൊരു ജീവിതമുള്ളൂ. അതാ എന്റെ തീരുമാനം. എന്നാ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ? ചേച്ചി ഒരു മിനിറ്റ്. ഞാൻ ചേച്ചിയോട് ഈ പറഞ്ഞതൊന്നും ഏട്ടൻ അറിയരുത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കാണുന്ന ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഞാനായിട്ടാ ചേച്ചിയോട് ഇത്രയും സംസാരിച്ചത്. സാരമില്ല. മോൾക്ക് എന്നേക്കാൾ നല്ലൊരു നാത്തും കുട്ടിയെ കിട്ടട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. പോട്ടെ. വിവേക് ഒന്ന് എഴുന്നേറ്റ് വാ. ഡ്യൂട്ടി നേഴ്സ് നേരത്തെ ആണല്ലോ. വിവേക് എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോണം. ഡോക്ടർ തരകൻ നിന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അന്ന് അയാളെ മുഖംമൂടിയിട്ട് ആക്രമിച്ചത് നീയാണെന്ന് അയാളെ തിരിച്ചറിഞ്ഞു. അല്ല, അതിനിപ്പോ എന്താ? അതിന്റെ പേരില് മരുന്നിന്റെ ഡോസ് കൂട്ടി നൽകിയും ആവശ്യമില്ലാത്ത മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്തും ഈ ആശുപത്രി കിടക്കയിൽ വെച്ച് നിന്നെ ഇല്ലാതാക്കാനാ അയാളുടെ ശ്രമം. ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ല, സത്യമാ. അത്രയും മാത്രം വിവേക് ഇപ്പൊ അറിഞ്ഞാ മതി. ഡിസ്ചാർജിന് വേണ്ട പേപ്പറുകളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വീട്ടിൽ പോയി 1-2 ആഴ്ച റെസ്റ്റ് എടുത്താൽ മാറാവുന്ന അസുഖേ വിവേകിനുള്ളൂ. എത്രയും വേഗം ഇവിടുന്ന് പോണം. അതിനിടയിൽ വല്ല ചെക്കപ്പോ മറ്റോ വേണ്ടി വന്നാ? അങ്ങനെ വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അപ്പൊ പോവല്ലേ? ഞാനിവിടുന്ന് പോയാ പിന്നെ നിന്നെ എങ്ങനെ കാണും? അങ്ങനെ എപ്പോഴും കണ്ടോണ്ടിരുന്ന എന്നെ വിവേകിന് ഒരു വിലയും ഉണ്ടാവില്ല. ആഗ്രഹിച്ച് ഇടവേളകളെടുത്ത് കാണുന്നതാ നമുക്ക് നല്ലത്. ആ തരകൻ ഡോക്ടർ കണ്ണിപ്പെടാതെ വേണം നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ നല്ല ശ്രദ്ധ വേണം. വാ. വാ. പതുക്കെ. പതുക്കെ. പോ. ബുദ്ധിമുട്ടായിന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. ആ തരകൻ ഡോക്ടർ എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരുത്തനാ. അല്ല, ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവാ? ഞാനൊരു കോൾ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേതായാലും നന്നായി. ആകാശേട്ടൻ എപ്പോ വന്നു? എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അല്ല, സഹദേവമ്മന് ചെക്കപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ചെക്കപ്പിനൊന്നും വന്നതല്ല. ഞാൻ അനഘയൊന്ന് കാണാൻ വന്നത്. ആണോ? ആ, അയ്യോ, പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇത് വിവേക്. ഹായ്. ഇത് ആകാശേട്ടൻ, എന്റെ കസിനാ, സഹദേവമ്മന്റെ മകൻ. ആകാശേട്ടന് വിവേകിനെ മനസ്സിലായോ? ഇല്ല. അന്ന് അമൃതേച്ചിയെ മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച ആള്. ആ, മനസ്സിലായി. താൻ എപ്പോഴും പറയാറുള്ള തന്റെ ഫ്രണ്ട് വിവേക്. ഇത്രയും ദിവസം ഇവിടെ ചികിത്സയിലായിരുന്നു. കൈക്ക് ഒടിവുണ്ട്.
ഇപ്പൊ ഡിസ്ചാർജ് ആയതേ ഉള്ളൂ. ഗെറ്റ് വെൽ സൂൺ. താങ്ക് യു. ആ ആകാശേട്ടൻ എന്നെ കാണാൻ വന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനാണോ? അല്ല, താൻ തിരക്കിലാണോ? സോറി ആകാശേട്ടാ, ഇന്ന് എനിക്ക് ഇത്തിരി തിരക്കുള്ള ദിവസാ. നോ പ്രോബ്ലം. തന്റെ ജോലി എടുക്കട്ടെ, നമുക്ക് പിന്നെ ദിവസം കാണാം. അല്ല, അത്യാവശ്യമാണെങ്കിൽ വൈകിട്ട് പഞ്ചരത്നത്തിലേക്ക് വന്നാലും മതി. ഏയ് അത് വേണ്ട, ഞാൻ വിളിച്ചോളാം തന്നെ. അപ്പൊ ശരി ആകാശേട്ടാ. ബൈ ആകാശ്. എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിങ്ങനെ തിരക്കിലും ധൃതിയിലും നിൽക്കുമ്പോൾ പറയേണ്ട കാര്യമല്ല. അത് സ്വസ്ഥമായി സമാധാനമായി ഞാൻ നിന്നോട് പറഞ്ഞോളാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.